അപ്പോൾ മനുഷ്യൻ സത്യം പാലിക്കുന്നതിലുപരി ധർമ്മം പാലിക്കണം. സത്യം പാലിക്കുന്നതും ധർമ്മം പാലിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം പലർക്കും അറിയത്തില്ല. സത്യവും ധർമ്മവും തമ്മിലുള്ള വ്യത്യാസം രണ്ടും ഒന്നല്ലേ എന്ന് ആളുകൾ ചിന്തിക്കാറുണ്ട്, അല്ലേ? എന്താണ് സത്യവും ധർമ്മവും തമ്മിലുള്ള വ്യത്യാസം? എന്താണ് ധർമ്മം എന്ന് പറഞ്ഞാൽ? എന്താണ് നല്ലത്? ആർക്ക്? എനിക്കും നിങ്ങൾക്കും ശ്രേയസ്കരമായ കർമ്മം പാലിക്കുന്നതിനെയാണ് ധർമ്മം എന്ന് നമ്മൾ പറയുന്നത്. ധർമ്മം എന്ന് പറഞ്ഞാൽ ജീവിതം എന്നാണ് അർത്ഥം എന്ന് പറയുന്നത്. നല്ല ജീവിതം, എനിക്കും നിങ്ങൾക്കും നല്ല ജീവിതം. സത്യം പാലിക്കുന്നതിലൂടെയാണ് ധർമ്മം പാലിക്കുന്നത്. സത്യം പറയുന്നതിലൂടെ ആയിക്കൊള്ളുന്നില്ല. ഇപ്പം ഞാനിപ്പോൾ ഒരു മൊബൈൽ വിൽക്കുന്ന ആളാണ്. അപ്പം അതിന് എത്ര രൂപയാണെന്ന് ചോദിച്ചാൽ എനിക്ക് കറക്റ്റ് എമൗണ്ട് പറഞ്ഞാൽ അവിടെ കച്ചവടം നടക്കത്തില്ല. എൻ്റെ നിങ്ങളുടെയും കാര്യം നടക്കത്തില്ല. അപ്പം അവിടെ എന്ത് വേണം? കള്ളം പറയണം. അവിടെ കള്ളം പറയുന്നതാണ് ധർമ്മം, സത്യം പറയുന്നതല്ല ധർമ്മം. അതാണ് സത്യവും ധർമ്മവും പലപ്പോഴും രണ്ടാണെന്ന് പറയുന്നത്. പക്ഷെ പ്രവൃത്തിയിൽ അവിടെ ഒരു സത്യസന്ധത ഉണ്ടായിരിക്കണം എപ്പോഴും, അല്ലേ? ഇപ്പം ഞാനിപ്പോൾ എൻ്റെ ഭാര്യയെ അത്ര ഇഷ്ടപ്പെട്ട് ഭാര്യ വ്രതക്കാരനായിട്ട് താമസിക്കും. അപ്പം നിങ്ങളുടെ മനസ്സിൽ ഭാര്യയെ മാത്രം വിവാഹം കഴിക്കുക, ഭാര്യയുമായിട്ട് മാത്രം സെക്സ് ചെയ്യുക എന്നുള്ളതാണ് സത്യം, നല്ലത്, അങ്ങനെ ഒരു വ്യക്തിയാണ് നല്ലത് എന്നൊരാശയം ഉള്ളിലുണ്ട് എന്നിരിക്കട്ടെ. അപ്പം ഞാൻ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ പ്രശ്നം മാറാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുന്നു. സ്വാഭാവികമായിട്ടും അതിൻ്റെ പരിഹാരം ഞാൻ പറയുന്നത് കേട്ടാൽ നിങ്ങളുടെ പ്രശ്നം മൊത്തം മാറും. പക്ഷെ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ നിങ്ങളിങ്ങനെ ഒരു ആശയമുണ്ട്. പക്ഷെ ഞാൻ ചുമ്മാ പറഞ്ഞു എനിക്ക് പല സ്ത്രീകളുമായിട്ടും ബന്ധമുണ്ട്, ഒരുപാട് സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ എന്നെക്കുറിച്ചുള്ള നിങ്ങളുടെ വില മുഴുവൻ പോയി. നിങ്ങളുടെ ബ്രെയിൻ കെമിക്കൽ കോമ്പിനേഷൻ മൊത്തം മാറി. പിന്നീട് ഞാനിനി എന്തൊക്കെ കാര്യം പറഞ്ഞാലും നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ്. എന്നാൽ ശരി സാറേ പോവാം പറഞ്ഞിട്ട് നിങ്ങൾ ഇറങ്ങി പോകാം. നിങ്ങളുടെ പ്രശ്നം മാറിയില്ല, എൻ്റെ അത്രയും സമയം വേസ്റ്റായി. കാരണം എന്താ? ഈ ആശയം അവിടെ നിങ്ങളുടെ ഈ ആശയത്തെ എനിക്ക് ആക്കാൻ കഴിഞ്ഞാൽ, ഞാനിപ്പോൾ നിങ്ങൾ സാറിനിങ്ങനെ വേറെ ആൾക്കാരുമായിട്ട് ആർക്കുമായിട്ട് ബന്ധമുണ്ടോ സ്ത്രീകളുമായിട്ടെന്ന് വെച്ചാൽ ഞാൻ എന്ത് പറയുന്നു? ഒട്ടുമില്ല. എൻ്റെ ഭാര്യ കഴിഞ്ഞ് എനിക്ക് എല്ലാവരും ഉള്ളൂ. ആളുകൾ എപ്പോഴും ഇങ്ങനെ കുറെ കാര്യം വെച്ചിട്ടാണ്, അല്ലാതെ കാര്യമല്ലല്ലോ ആളുകൾക്ക് വേണ്ടത്. അപ്പം അങ്ങനെ ഞാൻ പറയണം, അതെൻ്റെ ധർമ്മമാണ്. അവിടെ ആ കള്ളം പറയുക എന്നുള്ളത് എൻ്റെ ധർമ്മമാണ്. അതാ സാറേ എൻ്റെ പോളിസി എന്ന് പറയുന്നു. നിങ്ങൾ സാറ് പറഞ്ഞ എല്ലാം കറക്റ്റാണ്, പിന്നെ പറഞ്ഞ കാര്യങ്ങളിലേക്ക് സബ്ജക്റ്റിലേക്ക് വരുന്നു, ഞാൻ പറയുന്ന എല്ലാം കേട്ട് മനസ്സിലാക്കുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കും, നിങ്ങൾ രക്ഷപ്പെടും, നിങ്ങളുടെ പ്രശ്നമാണ്. അപ്പോൾ അവിടെ ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളുടെ ആശയം മനസ്സിലാക്കി അത് എൻ്റെ സത്യത്തിന് എതിരാണെങ്കിൽ പോലും, അതിലാണെങ്കിൽ പോലും ഞാൻ അങ്ങനെ പറയണം, തിരിച്ചും പറയാം. അപ്പം നിങ്ങളെ സംബന്ധിച്ച് ഞാൻ ഏകപത്നി വ്രതക്കാരനാണ്. നിങ്ങളെ സംബന്ധിച്ച് എത്ര പേരുമായിട്ടും വേണമെങ്കിലും ബന്ധപ്പെടാമെന്നുള്ള ആശയം ഉണ്ടെങ്കിൽ ഞാനിവിടെ വന്നിട്ട് നിങ്ങൾ വന്നിരിക്കുമ്പോൾ ഞാൻ പറയുക, നിങ്ങളുടെ ആശയം ഇതാണ്, എന്ത്? എത്ര പേരുമായിട്ട് വേണമെങ്കിലും ബന്ധപ്പെടാം. എൻ്റെ ആശയം എന്താണ്? ഭാര്യയായിട്ട് മാത്രമേ പാടുള്ളൂ. ഞാൻ പറയുക ഭാര്യയായിട്ട് മാത്രമേ പാടുള്ളൂ, അല്ലാത്തവന്മാരൊക്കെ മഹാവൃത്തികെട്ടന്മാരാ എന്നൊക്കെ ഞാൻ പറയുന്നു. ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞിട്ട് ഞാനൊരു കാര്യം പറയുമ്പോൾ ഈ പുള്ളിക്കാരന് വലിയ ഒരു കഥയില്ല എന്നുള്ളൊരു തോന്നലായിരിക്കത്തില്ലേ ഇവർക്ക്? അല്ലെ വേറെ എന്തൊക്കെയോ തെറ്റിദ്ധാരണ ചിലപ്പോൾ വന്നേക്കാം. വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഓപ്പോസിറ്റ് പിക്ചർ കിട്ടിയേക്കാം. ആ പിക്ചർ വെച്ചിട്ട് ഞാൻ പറഞ്ഞ ആരും അക്സെപ്റ്റ് ചെയ്യത്തില്ല. അപ്പോഴും പൂർണ്ണമായിട്ട് ചെയ്യത്തില്ല. 50% ഉൾക്കൊള്ളാൻ പറ്റില്ല, 50 പോയി ചെയ്യത്തുള്ളൂ. അപ്പോൾ കുഴപ്പം. അപ്പോൾ റിലാക്സ് ചെയ്യും. ബ്രീത്ത് അങ്ങനെ വരുമ്പോൾ അസ്വസ്ഥ വരുമ്പോൾ ബ്രീത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് ബ്രീത്ത് നോർമലാക്കിയാൽ മതി. അപ്പോൾ റിലാക്സ് ചെയ്യും. ബ്രീത്ത് എടുത്ത് പോസിറ്റീവ് ഉള്ളിലേക്ക് വരും, നെഗറ്റീവ് ഉള്ളിലോട്ട്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ധർമ്മം എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്.
നമ്മളോടുള്ള സത്യം ആണ് ധർമ്മം, ധർമ്മപരിപാലനം. ഇപ്പം എക്സാമ്പിൾ, കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ വന്നു, അവരെ സംബന്ധിച്ച് ബാധാ വിഷയമാണ് വിഷയം. അവർക്ക് വലിയ വിഷയം, ഉപബോധ മനസ്സിലുള്ള പല പ്രശ്നങ്ങളും കാര്യങ്ങളും കൊണ്ട് ഉണ്ടാകുന്നു. അവർക്ക് ശരിക്കും രാത്രിയിൽ ഉറങ്ങാൻ പറ്റത്തില്ല. രാത്രിയിൽ ചില ശരീരത്തിൽ ചില ദേവതകൾ ചില എന്തോ സാധനം വന്നിട്ട് അത് പറഞ്ഞു, കുഴപ്പമില്ല പറഞ്ഞു. അപ്പൊ ഈ സ്ത്രീയെ സംബന്ധിച്ച് രാത്രിയിൽ ബാധ വന്നിട്ട് ഇവരെ ഉപദ്രവിക്കുന്നു. സ്വപ്നത്തില്ല, ശരിക്കും ഇവർക്ക് ബുദ്ധിമുട്ടുകളുണ്ടാകും. അങ്ങനെ വന്ന് ഇവർക്ക് വജൈന ഭാഗത്ത് പ്രശ്നം, പെയിൻ ഉണ്ടാകും. ഇതാണ് വിഷയം. അത് മാറുന്നില്ല. ഡോക്ടർമാരെ കണ്ട് മരുന്ന് കഴിച്ചിട്ടൊന്നും മാറുന്നില്ല. അപ്പോൾ ഡോക്ടർ, ഞാൻ ആദ്യം ചോദിക്കുന്നതാ, നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ടുണ്ടോ, ഇല്ലെങ്കിൽ കൺസൾട്ട് ചെയ്യാൻ പറഞ്ഞു വിടും പല കാര്യങ്ങൾക്കും. അപ്പം അങ്ങനെ നോക്കിയപ്പോൾ അതൊന്നും പ്രശ്നമില്ല എന്നാണ് പറയുന്നത്. ശരി. അപ്പം അവിടെ സ്വാഭാവികമായിട്ടും സംസാരത്തിൽ നിന്ന് ലക്ഷണങ്ങളൊക്കെ ഞാൻ അങ്ങോട്ട് ചോദിച്ചു. സ്വാഭാവികമായിട്ടും ബാധ വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴുള്ള കോമൺ ലക്ഷണങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അതൊക്കെ ഉണ്ട്, ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പം ബാധയാണ് മനസ്സിലായി. അപ്പം ഇതൊന്ന് മാറ്റിത്തരണം തിരുമേനി എന്ന് പറഞ്ഞു. നമ്മൾ മാറ്റിത്തരാം, നമുക്ക് ശ്രമിക്കാം, കുഴപ്പമില്ല. പക്ഷേ കൂടുതലായിട്ട് നേരത്തെയുള്ള അനുഭവങ്ങൾ ഉള്ളതുകൊണ്ട് കൂടുതലായിട്ട് കാര്യങ്ങൾ തിരക്ക് ന്യായങ്ങളുള്ളൂ. നിങ്ങൾക്ക് എപ്പോഴാണ് വരുന്നത്, എങ്ങനെയാണ് വരുന്നത്? അപ്പോൾ ചില കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ രാത്രിയിലാണ് വരുന്നത്. എന്തൊക്കെയാണ് ബുദ്ധിമുട്ട് കൂടുതൽ ചോദിച്ച് വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് കള്ളം പറയാൻ തുറന്നു പറയണമെന്ന് പറഞ്ഞപ്പോൾ അവർ കൂടുതൽ നന്നായിട്ട് തുറന്നു പറഞ്ഞു. ഈ സംഭവം വന്ന് ഇവരുമായിട്ട് സെക്സ് ചെയ്യും, ഈ ബാധ. അപ്പൊ കുറച്ചു നേരത്തേക്ക് ഇങ്ങനെ ഒരു കിറുങ്ങിയ പോലെ അവരിയ്ക്കുന്നു, അതിൻ്റെ ഒരു സുഖം വരും. ഞാൻ ചോദിച്ചു, ഭർത്താവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറെ നാളായില്ലേ? അതെങ്ങനെ മനസ്സിലായി? അല്ല, അത് മനസ്സിലായി, കുറച്ചാളായി. ശരിയാണ്, അങ്ങനൊരു ബന്ധവുമില്ല. അത് എന്താണ്, അത് ഭർത്താവിന് വേറൊരു ബന്ധമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ മുതൽ അത് പിന്നെ കുറച്ചാളുള്ളായിരുന്നു, പിന്നെ പോയി. പിന്നെ ഇപ്പോൾ കുറേ നാളായിട്ട് ഭർത്താവുമായിട്ട് ബന്ധമില്ല. എനിക്കത് താല്പര്യം വരുന്നില്ല. കാരണം അവർ അങ്ങനെ ഇങ്ങനെ പോകുന്ന ആളാണെന്ന് പറഞ്ഞു. വേറെ പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾ തമ്മിൽ അണ്ടർസ്റ്റാൻഡിങ് നല്ല രീതിയിൽ പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ശരി. പക്ഷെ ഇത് മാറണമെന്നുണ്ടോ എന്ന് ചോദിച്ചു. അതെന്താ, എനിക്ക് മാറണമെന്നുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ അവിടെ വരത്തില്ലല്ലോ എന്ന് പറഞ്ഞു. മാറണമെന്നുണ്ടെങ്കിൽ ഈ സെക്ഷൽ എനർജിക്ക് എങ്ങോട്ടെങ്കിലും പോകാനുള്ള, അപ്പോൾ ഇവർ സ്വാഭാവികം അവർ വളരെ നല്ല ആളായിട്ടാണ് സംസാരിക്കുന്നത്. എനിക്കങ്ങനെ സെക്ഷൽ ഇതൊന്നുമില്ല, എനിക്കങ്ങനെ ആരോടും ഒന്നും തോന്നാറില്ല, എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അതെന്തോ കുഴപ്പമാണെന്നുള്ള രീതിയിലാണ് അവർ, സെക്ഷൽ അട്രാക്ഷൻ എന്തോ കുഴപ്പമാണ് അതുകൊണ്ട് എനിക്കങ്ങനൊന്നുമില്ല, ഞാൻ വളരെ പ്യുവറാണ്. ഞാൻ ചോദിച്ചു വേറെ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ, അപ്പോഴവർ എനിക്കങ്ങനൊന്നുമില്ല, ഞാൻ അങ്ങനത്തെ സ്ത്രീയൊന്നുമില്ല, എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഫ്രോയിഡ് പറയുന്നത് മനുഷ്യന്റെ ജനറൽ സ്റ്റേജാണ് പിന്നീട് അവന്റെ മെയിൻ പ്ലഷർ പോയിന്റ്. ഹ്യൂമൻ ബീയിങ് ഈസ് ആൻ ആനിമൽ, അല്ലേ? ഹോമോസാപ്പിയൻ ഒരു മൃഗമാണ്. അപ്പൊ അവന് മൃഗീയത ഉള്ളിലുണ്ട്. അവന് പല ആൾക്കാരുടെ സെക്സ് ചെയ്യാൻ താല്പര്യമായിട്ടാണ് ആണും പെണ്ണും നടക്കുന്നതാണ് ഫ്രോയിഡ് പറയുന്നത്. അതില് റിയാലിറ്റി പിന്നീട് അതിന് മേലെ നമ്മുടെ കൾച്ചറും നമ്മുടെ തിയറി നിയമങ്ങളും കാര്യങ്ങളും എല്ലാം കൊണ്ടുവന്ന് അതിനെ നമ്മൾ അടിച്ചമർത്തി പോകുന്നു. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതലും കള്ളം പറയുന്ന ഒരു കാര്യമാണ് ഈ സെക്സ്. എല്ലാവർക്കും താല്പര്യങ്ങളുണ്ടെങ്കിലും അടിച്ചമർത്തി പോകുന്നു. അതുകൊണ്ട് വേറെ ആരെങ്കിലും ചെയ്യുന്ന കാണുമ്പോൾ സഹിക്കത്തുമില്ല, അവനെ കല്ലെറിയാനായിട്ട് പോകും ഫേസ്ബുക്കിലൊക്കെ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞാൻ ചോദിക്കണം, ആദ്യം നിങ്ങളോട് സത്യസന്ധരാണ്, എന്നെങ്കിൽ മാത്രം ഒരു ബാധ പോകത്തുള്ളൂ. സത്യസന്ധത അവനവനോടില്ലെങ്കിൽ ദേവി നമ്മളിലേക്ക് പൊസസ് ചെയ്യില്ല. ദേവിയെ പോലുള്ള നല്ല ദേവതകൾ പൊസസ് ചെയ്യും. ശിവൻ, വിഷ്ണു, ദേവി, ഗണപതിയൊക്കെ പൊസസ് ചെയ്യണമെങ്കിൽ സത്യസന്ധത വേണം അവനവനോട്. ഈ സത്യസന്ധത ഇല്ലെങ്കിൽ ഈ ദേവതകൾ വന്നാലും നിൽക്കത്തില്ല, പോവും, ടെമ്പററി ആയിരിക്കും. ഇതിവരെ കണ്ടിന്യൂസ് നമുക്ക് പിടിച്ചു വെക്കാൻ പറ്റുമ്പോഴാണ് ബാധകൾ നമ്മളിലേക്ക് പൊസസ് ചെയ്യാതിരിക്കുക. അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ സത്യസന്ധത ഇല്ലാതെ പറ്റത്തില്ല എന്ന് വെച്ചിട്ട് എന്ത് സത്യസന്ധത? ഞാൻ ചോദിക്കുന്ന ഇത്രയേ ഉള്ളൂ, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ പാമ്പിന്റെ സ്വപ്നം കാണാറുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ട്, എങ്ങനെ മനസ്സിലായി? ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് സെക്സ്വൽ സപ്രഷൻ ഉള്ളപ്പോൾ പാമ്പിന്റെ സ്വപ്നം കാണില്ലായിരുന്നു. അത് സിഗ്മണ്ട് ഫ്രോയിഡും പറയുന്നുണ്ട്, ഡ്രീംസ് അനാലിസിസ്. അല്ലാതെ നമ്മുടെ കുണ്ടലിനി സർപ്പമായിട്ടാണ്, സെക്സ്വൽ എനർജി സർപ്പമായിട്ടാണ് നമ്മുടെ ഇവിടെ ഭാരതത്തില് തന്ത്രത്തിൽ പറയുന്നത്. അപ്പൊ അതിന് പാമ്പ് പ്രതികാരം ചെയ്യുന്നതായിട്ടൊക്കെ കാണും.
അപ്പം നിങ്ങളെ സംബന്ധിച്ചിട്ട് അത് കാണുന്നുണ്ട്. അത് ശരി കാണും. അപ്പം പറഞ്ഞ് ഇതിനിപ്പോൾ എന്ത് ചെയ്യണം? ഞാൻ ചോദിച്ചത് മാറണമെന്നുണ്ടോ? ഉണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഈ സെക്സിന് ഒരു വഴി നിങ്ങൾ തുറന്നു കൊടുക്കണം. ഹസ്ബൻഡിന് വേറൊരു സ്ത്രീയായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അയാളോട് സെക്സ് ചെയ്യുന്നതിന് പ്രയാസപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അയാൾ നിങ്ങളുടെ സെക്സ്വൽ നീഡിന് വേണ്ടി അയാളെ ഉപയോഗിക്കുക. അതവിടെ അല്ല സാറേ എനിക്ക് പറ്റത്തില്ല പുള്ളിക്കാരനുമായിട്ട്, കാരണം പുള്ളി ഞാൻ ഇത്രയും കാര്യമായിട്ട് അപ്പം പിന്നെ അതിന് വേറൊരു വഴി കണ്ടുപിടിക്കും. ഒന്നുമില്ലെങ്കിൽ അതിന് ഇമ്പോർട്ടൻസ് അല്ല, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും റിലേഷൻഷിപ്പിൽ പോകും. അതെനിക്ക് പറ്റത്തില്ല, ഭാര്യയും കുട്ടിയൊക്കെ ഭർത്താവ് അല്ല കുട്ടികളൊക്കെ ഉണ്ട്, എനിക്കത് പറ്റത്തില്ല. ഞാൻ പറഞ്ഞു വേണ്ട. ഞാൻ പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ മാർഗ്ഗമുള്ള എന്ത്, നല്ല രീതിയിൽ മാസ്റ്റർബേറ്റ് ചെയ്യണം. വിരലൊക്കെ ഉപയോഗിച്ചിട്ട് പോൺ വീഡിയോസൊക്കെ കണ്ടിട്ട് നല്ല ചെറുപ്പക്കാരെ സങ്കല്പിച്ചിട്ടും നിങ്ങൾ സ്വയംഭോഗം ചെയ്യണം. അത് കഴിഞ്ഞ് സ്വയംഭോഗം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പോയി. അപ്പോൾ ആ എനർജിക്ക് അങ്ങോട്ട് ഒരു ഒഴുക്ക് അതുവഴി അത് റിലീസാകും. ഇത് റിലീസ് ആവാത്തത് കൊണ്ടാണ് ഈ ബാധയെ വിളിച്ചു വരുത്തിക്കൊണ്ടിരിക്കുന്നത് ഉപബോധ മനസ്സ്. ഇത് എങ്ങോട്ടെങ്കിലും ഒരു വഴി കൊടുക്കാതെ നമ്മൾ ഈ ബാധയെ മാറ്റാൻ നോക്കിയാൽ പറ്റത്തില്ല. എനിക്ക് നേരത്തെ അനുഭവമുള്ള മനസ്സിലാവുന്നുണ്ട്. നേരത്തെ അനുഭവമുള്ള ഗന്ധർവനൊക്കെ ബാധിച്ച സ്ത്രീകളുണ്ട്. ഒരു സ്ത്രീയെ എത്രയായിട്ട് ഒഴിപ്പിച്ചിട്ട് പോകുന്നില്ല. കാരണം ഇതായിരുന്നു, പിന്നെ അവരോട് മാസ്റ്റർബേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ആ വായിച്ചപ്പോൾ മാറി. ഇല്ല, ഇവരുടെ ഉപബോധ മനസ്സ് തന്നെ രാത്രിയാകുമ്പോൾ ഇത് ആഗ്രഹിക്കുന്നുണ്ട്. ബോധ മനസ്സ് എനിക്കിത് വേണ്ടാന്നുണ്ട്. കാരണം അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ട്, ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരുപാട് അസ്വസ്ഥതയും. കാരണം ഒരു പ്രേതം തന്നെയാണല്ലോ. നീ എന്ത് പറഞ്ഞാലും, നീ എത്ര നല്ലതാണെന്ന് പറഞ്ഞാലും അതിന് അതിൻ്റെതായ ചില കുഴപ്പങ്ങളുണ്ട്. കാരണം ആ ഫ്രീക്വൻസിയിലേക്ക് നമ്മളെ ട്യൂൺ ചെയ്യും. വേറെ ബാധകൾ വരും. അപ്പോൾ അത് ഇത് കുഴപ്പമില്ലെങ്കിൽ വേറെ ബാധകളൊന്നും അസുഖങ്ങളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങും. പല ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കും, അസ്വസ്ഥതകളുണ്ട്. അത് ശാശ്വതമായിട്ട് നല്ലതേ അല്ല. അപ്പം ഞാൻ പറഞ്ഞു, ഒരു സൈഡിൽ നിങ്ങളുടെ മനസ്സ് ഉപബോധ മനസ്സിൽ ആഗ്രഹിക്കും, മറു സൈഡിൽ ഇത് വേണ്ടെന്നുണ്ട് നിങ്ങളുടെ പ്രാക്ടിക്കൽ ഇതിൽ. അങ്ങനെ ആയാൽ ഇത് പോത്തില്ല. ഒന്നുകിൽ വേറെ ആരെങ്കിലും റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ഹസ്ബൻഡിനോട് ക്ഷമിക്കാൻ. അത് മനുഷ്യന്റെ സ്വാഭാവിക ചോദനയാണ്. ഈ മനുഷ്യന്റെ സ്വഭാവം ഇതാണെന്ന് പറഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യാം. വേറെ എന്തെങ്കിലും കുഴപ്പമുണ്ട്? വേറൊരു കുഴപ്പവും ഹസ്ബൻഡില്ല. കുടുംബം നോക്കുന്നുണ്ട്, പൈസ ഉണ്ട്, ഇവരെ വലിയ കാര്യമൊക്കെ ശരിയല്ല. അവർക്ക് വേറെ ആൾക്ക് വേറെ സ്ത്രീകളുമായിട്ട് ബന്ധം ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഉണ്ടോ വെച്ചാൽ ഇപ്പൊ ഉണ്ടോന്ന് ഉറപ്പൊന്നും ഇല്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ ക്ഷമിച്ചൂടെ? മനുഷ്യന്റെ ബേസ് വികാരമാണിതല്ലോ. അങ്ങനെ അതാ ഏറ്റവും നല്ലത്. ഇനി അതല്ലെങ്കിൽ വേറെ റിലേഷൻഷിപ്പ് വേണം, അതല്ലെങ്കിൽ മാസ്റ്റർബേഷൻ വേണം, എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞു വിട്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ റെഡിയായി. അപ്പം എന്ന് പറഞ്ഞ വിട്ട് നമ്മുടെ ഉപബോധ മനസ്സ് നമ്മൾ ഒരുപാട് കള്ളം പറയുന്നതുകൊണ്ടാണ് നല്ല ദേവതകൾ വന്നാലും നിൽക്കാത്തതും നമുക്ക് ഈ ബാധകൾ പ്രോസസ് ചെയ്യുന്ന കണ്ടിന്യൂസ്. നമ്മളോടുള്ള സത്യസന്ധതയും അപ്പോഴാണ് നമ്മുടെ സത്യസന്ധത നമുക്ക് മനസ്സിലാകുമ്പോഴാണ് ഈശ്വരനെ മനസ്സിലാവുന്നത്. നെഗറ്റീവ് ഉണ്ടെങ്കിൽ പോസിറ്റീവ് ഉണ്ടാകും. പോസിറ്റീവായിട്ടുള്ള ദേവതകൾ ശരിക്കും സത്യമാണെന്നും ഈ ദേവതകൾ നമ്മുടെ ഉള്ളിലേക്ക് വരണമെന്നും വന്നെങ്കിൽ മാത്രമേ നമ്മുടെ പ്രശ്നം മാറത്തുള്ളൂ. അങ്ങനെ മാത്രം ഈശ്വരനായ പരമമായ ഈശ്വരന്റെ സത്യത്തിലേക്ക് സമാധിയിലേക്ക് നമുക്ക് പോകേണ്ടതാണെന്നും അങ്ങനെ പോകാൻ പറ്റുമെന്നും ഒക്കെ നമുക്ക് മനസ്സിലാവും. ഇത് മറ്റ് പുസ്തകങ്ങളെ വായിച്ച് മനസ്സിലാക്കുന്നിട്ടല്ല, നമുക്ക് തന്നെ പ്രാക്ടിക്കലി ഇതെല്ലാം മനസ്സിലാവും. അപ്പം നെഗറ്റീവ് ഉള്ളത് കൊണ്ടാണ് പോസിറ്റീവിനെ മനസ്സിലാവുന്നത്. അതുകൊണ്ട് നെഗറ്റീവ് ഉള്ളത് നല്ലത് തന്നെയാണ് ഞാൻ പറയത്തുള്ളൂ. ഇതൊന്നും അറിയാതെ വെളിയിൽ കിടന്ന് കറങ്ങത്തേ ഉള്ളൂ. അപ്പം കുണ്ടലിന് റൈസായ ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത്. അവരെയാണ് കൂടുതൽ ബാധകൾ പ്രോസസ് ചെയ്യുന്നത്. കാരണം ഈ കുണ്ടലിനി എനർജിയാണ് ശരിക്കും ദേവീ ദേവന്മാരുടെ ഫുഡ്, അല്ലെ ബാധകളുടെ ഫുഡ്. നല്ല ചീത്തമായ എനർജിയുടെ ഫുഡ് എനർജിയാണ്, അല്ലേ? നമ്മൾ ഫുഡ് കഴിക്കുന്ന കാഴ്ച കേൾവി കൂടെ എനർജി അല്ലേ എടുക്കുന്നത് സത്യത്തിൽ. ഇപ്പൊ നമ്മളിപ്പോ ഫുഡ് കഴിക്കുന്ന സത്യത്തെ എന്തോ എടുക്കുന്നത്? നല്ല വിഷ്വല്, നല്ല പാട്ട്, ഇതിലൊക്കെ നമ്മൾ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുക. ഇതിൽ നിന്നൊക്കെ നമുക്ക് എനർജിയാണ് നമ്മുടെ ഫുഡ് ബേസിക്കലി. അപ്പൊ ഇതിന്റെ പ്യുവർ ഫോമിൽ ജീവിക്കുന്ന വൈബ്രേഷണൽ ഫീൽഡുകളായി നിൽക്കുന്ന ബാധകളും ദേവതകളുമായിട്ടുള്ള സ്വർഗം നരകം എന്ന് പറഞ്ഞിട്ടുള്ള ദേവന്മാർ അസുരന്മാരെന്ന് പറഞ്ഞിട്ട് ഈ വൈബ്രേഷണൽ ഫീൽഡുകൾ കഴിക്കുന്നത് എന്താണ്? പ്രാണനാണ്, കുണ്ടലിയാണ്. നമ്മുടെ ശ്രദ്ധയാണ് അവരുടെ എനർജി. മനസ്സിലാവുന്നു? അപ്പൊ ആ എനർജി ഈഗോയാണ് ബാധകൾ ശരിക്കും. മനസ്സിലാവുന്നുണ്ട്? അപ്പം
ഇവർക്ക് ഇവർ ശരിക്കും ഈഗോസാണ്. നല്ലതായിട്ടും ചീത്തയായിട്ടുള്ള ദേവതകൾ ഈഗോയാണ്. ഒന്ന് പോസിറ്റീവ് ഈഗോയും മറ്റേ നെഗറ്റീവ് ഈഗോയുമാണ് തിയററ്റിക്കലി പറഞ്ഞു. അപ്പോൾ ശരിക്കും നമ്മുടെ ആരാധനയിലൂടെ ഈഗോ ഉള്ളവർക്ക് സഹാബിയാവൂലേ? നിങ്ങളിപ്പോ ഒരു പുകഴ്ത്തിയാൽ അയാൾക്ക് സന്തോഷമാവൂലേ? കാരണം എന്താ, അയാൾക്ക് ഒരു പോസിറ്റീവ് എനർജി കിട്ടും. കിട്ടുന്നുണ്ടെങ്കിൽ അവർക്ക് എനർജി കിട്ടും. അതുകൊണ്ടാണ് അവരിത് ചെയ്യുന്നത്. ഡോപ്പമിൻ എന്ന് പറയുന്നത് എപ്പോഴും ഈ ബോഡി തലത്തിലേക്കുള്ള കണക്ഷനാണ്. എനർജി ലെവലിൽ ഇത് പ്യുവർ എനർജി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതിന്റെ റിയാക്ഷനാണ് ഡോപ്പോമിൻ, സെറോട്ടോണിൻ, അഡ്രിനാലിൻ, കോർട്ടിസോളൊക്കെ. ബാധകളുടെ കാര്യത്തിൽ ഡോപ്പോമിൻ നമുക്ക് പറയാൻ പറ്റില്ല. അവർക്ക് ശരീരമില്ല, ബ്രെയിൻ ഇല്ല. മനുഷ്യനിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ അന്നമയ തലത്തിലാണ് അത് വരുന്നത്. ഞാനിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രാണമയത്തിനെ കുറിച്ച്. പ്രാണമയത്തിലുള്ള ദേവതകളെ പുകഴ്ത്തിയാൽ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും അതനുസരിച്ചുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. ബോധമുള്ള ദേവതകളാണ് പോസിറ്റീവ് ദേവതകൾ. ബോധം കുറഞ്ഞ ദേവതകളാണ് നെഗറ്റീവ് ആയിട്ടുള്ള ഈഗോസ് എന്ന് പറയുന്നത്. മനസ്സിലാവുക? രണ്ട് ഈഗോ ഉണ്ട്. ഒന്ന് പോസിറ്റീവ് ഈഗോ, മറ്റേ നെഗറ്റീവ് ഈഗോ. പോസിറ്റീവ് ഈഗോയുടെ ഗുണം അതിന് ബോധമായിട്ട് കൂടുതൽ ബന്ധം ഉണ്ടാവും, മറ്റേത് അബോധമായിട്ട് കൂടുതൽ ബന്ധം ഉണ്ടാവും. അത്രേ ഉള്ളൂ. രണ്ട് എക്സ്ട്രീം ആണുള്ളത്. ഉപാസിക്കുന്ന സമയത്ത് ദേവിയെ മറ്റേ ഖഡ്ഗമാല സ്തോത്രവും ഇപ്പൊ ഞാൻ പറഞ്ഞു ഗായി നന്ദിനി, അത് നമ്മൾ പാടി ദേവി ഉപാസിച്ച് ദേവി ഭയങ്കര ഒരു സംഭവമായിട്ട് കാണുന്നു. ദേവി നമ്മൾ ആരാധിച്ച് വെച്ചാൽ ഭദ്രകാളി ഭയങ്കര ഒരു ഹീറോയിക് ഫിഗറൊക്കെ കൊടുത്ത് നമ്മൾ ആ ഉപാസിക്കുന്ന സമയത്ത് ആ ദേവിയുടെ ഈഗോ അല്ലേ നമ്മൾ വർക്കാക്കിക്കൊണ്ട്. അതെ, രക്ഷിക്കും. എല്ലാം എന്ത് വന്നാലും രക്ഷിക്കും. ബാധകളൊക്കെ വന്ന് ചവിട്ടിയിടും ദൂരെ, എല്ലാത്തിനും കൊന്നുകളയും. നമ്മളെ പ്രൊട്ടക്ട് ചെയ്ത് നമ്മളെ അമ്മയായിട്ട് നിൽക്കണം. അതെ, അത് ദേവിയുടെ ഈഗോ. നമ്മൾ ഈഗോ അല്ലേ ശരിക്കും. നമ്മളെന്ന് പറഞ്ഞ ഈഗോ അല്ലേ. അത് നമുക്ക് എനിക്ക് പറ്റും, എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്, എനിക്ക് പറ്റുമെന്ന് പറയുന്നത് നമ്മളെ ഉയർത്തുകയല്ലേ. അതിൻ്റെ ഒരു വലിയ പ്രശ്നമാണ്. മനസ്സിലാവുമല്ലോ. അതിനകത്ത് പക്ഷേയുള്ള ഒന്നും നെഗറ്റീവ് ഇല്ല. നമുക്ക് ഒരുപാട് ഫെയിലിയർ ഹിസ്റ്ററി ഉള്ളതുകൊണ്ട് നെഗറ്റീവ് ഉണ്ട്. അസമയം ദേവതയ്ക്ക് നെഗറ്റീവ് ഇല്ല. അപ്പൊ ദേവി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹയർ സ്റ്റേജ് മാത്രമാണ്. ശരിക്കും നമ്മൾ ശിവനാണ്, ശിവബോധമാണ് നമ്മൾ. മനസ്സിലാവുമല്ലോ. ശക്തിക്ക് ബോധമില്ല. പിന്നെ വേറെ കാര്യമുണ്ട്. നമ്മൾ ഈ ത്രിപുരസുന്ദരി പോലുള്ള ദേവതകളുടെ കൽപ്പന എങ്ങനെയാണ്? ശിവന്റെ മുകളിൽ നിൽക്കുന്നത് പോലെയാണ്. അല്ലെ വിഷ്ണു എന്ന് പറഞ്ഞാൽ അനന്തന്റെ മുകളിൽ നിൽക്കുക. അനന്തൻ ഈ ബോധമാണ്. മറ്റേ ശക്തി ഉപാസനയിൽ ശിവൻ ബോധമാണ്. ശിവന്റെ മുകളിൽ നിൽക്കുന്ന ദേവതയായിട്ട് കൽപ്പിക്കുന്നത് കൊണ്ടാണ് നമ്മളെക്കാൾ ബോധം ആ ദേവതയ്ക്ക് വരുന്നത്. നമ്മുടെ ബോധത്തെ നിയന്ത്രിച്ച് നമ്മളെ ഉയർന്ന തലത്തിലേക്ക് സമാധി വരെ എത്തിക്കാൻ അതിന് പറ്റുന്ന ആ കൽപ്പനയിൽ അതുള്ളതുകൊണ്ടാണ് തത്വത്തിൽ. നേരെ മറിച്ച് അധമ ദേവതകളുടെ കുഴപ്പം എന്താ? ഇപ്പം ചില ചെറിയ ദേവതകളൊക്കെ ഇല്ലേ, വലിയ ഹൈപ്പ് കൊടുത്ത് പ്രൊമോട്ട് ചെയ്ത് കൊണ്ടു നടക്കുന്ന കുറേ ദേവതകളുണ്ട്. അന്നേരം ഈ ദേവതകളുടെയൊക്കെ കുഴപ്പമെന്ന് പറഞ്ഞാൽ അവർക്ക് ഇങ്ങനെ ഒരു ബോധവുമായിട്ടൊരു ബന്ധമില്ല. അതൊരു പ്രേത വിഷയം എന്നുള്ളതേ ഉള്ളൂ. പ്രേത വിഷയങ്ങൾ ഇപ്പൊ പ്രേതങ്ങളെ അഭിയാനം ചെയ്ത് വിടുന്നത് എങ്ങനെയാ? ഭയങ്കര പവറല്ലേ. അവർക്ക് ബോധമില്ല. അവര് ബോധമില്ലാത്തത് സത്യം നോക്കിയല്ല അവർ പ്രവർത്തിക്കുന്നത്. നമ്മുടെ ഉള്ളിലെ സത്യസന്ധത നോക്കിയല്ല ദേവതകൾ പ്രവർത്തിക്കുന്നത്. പക്ഷെ ഒരനുഗ്രഹമ്മ അങ്ങനെയല്ല, കൊടുങ്ങല്ലൂരമ്മ അങ്ങനെയല്ല, ഗുരുവായൂരപ്പൻ അങ്ങനെയല്ല, ശിവൻ അങ്ങനെയല്ല. നമ്മുടെ ഉള്ളിലെ സത്യത്തിനനുസരിച്ചിട്ടാണ് അവർക്ക് പ്രവർത്തിക്കാൻ പറ്റുക. അതേസമയം മറ്റു ദേവതകൾക്ക് നമ്മുടെ ഉള്ളിലെ കള്ളത്തിനനുസരിച്ച് പ്രവർത്തിക്കും. അതായത് അവനെ തട്ടണം, അവന് ഇന്ന പോലെ കോഴി ഇന്ന സംഭവം എന്തെങ്കിലും അത് പറയുന്നത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതപ്പം ചെയ്തിട്ട് വരും, വേറെ ഒന്നും നോക്കത്തില്ല. പക്ഷെ അതോടുകൂടി നമ്മുടെ കർമ്മഫലം കൂടി നമ്മുടെ ഉള്ളിലെ കള്ള ഉറച്ചു. ഈ സംഭവം നമ്മളെ വിട്ടു പോകത്തില്ല. മരിക്കുമ്പോൾ നമ്മൾ ഇവരുടെ ലോകത്ത് നിൽക്കും. നിങ്ങൾ ഏത് ദേവതയെ ഉപാസിക്കുന്നു, നിങ്ങൾ മരിക്കുമ്പോൾ ആ ദേവതയുടെ ലോകത്താണ് കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. ശ്രീനാരായണ ഗുരുദേവന്റെ ദൈവവിചിന്തനം എന്ന കൃതി വായിച്ചാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും നമ്മൾ ആ ലോകത്ത് പോകും. അതാണ് ശിവനെ ഉപാസിക്കുന്നത് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന് ഇതിനെയൊക്കെ നേരിട്ട് കാണാൻ പറ്റുന്ന ആളായിരുന്നു. അത് പറയുന്നുണ്ട്. പായസത്തിൽ പ്രിയമുള്ളവർ, രക്തത്തിൽ പ്രിയമുള്ളവർ, കുതിരപ്പുറത്ത് വരുന്നവർ എന്നൊക്കെ പറഞ്ഞ് ഡീറ്റെയിൽ ആയിട്ട് ബാധകളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ദൈവവിചിന്തനം എന്ന കൃതി. അപ്പൊ അതിൽ പറയുന്നത് നമ്മൾ ഈ അധമ ദേവതകളെ ഉപാസിച്ചാൽ ആ ലോകത്ത് പെട്ട് പച്ച കടിച്ച്
അത് തിന്ന് നമ്മൾ അതിൻ്റെ അടിമയായിട്ട് അതിൻ്റെ ലോകത്ത് നമ്മുടെ ശരീരമില്ല കിടന്ന് അലഞ്ഞ് കിട്ടത്തില്ല, ഒരിക്കലും ഇല്ല. അതുകൊണ്ടാണ് അങ്ങനെയുള്ളവരെ ഉപാസിക്കലുള്ളത്. ഞാനിന്ന് പേരുകളൊന്നും പറയത്തില്ല, കാരണം പറഞ്ഞാൽ അതുകൊണ്ട് ജീവിക്കുന്നതുകൊണ്ട് അവർ നമുക്കെതിരെ തിരിയുന്നു, പിന്നെ അടിയാവുന്നു, വഴക്കാവുന്നു, ഭീഷണിയായി. ഇതിനൊന്നും ആവശ്യമില്ല. കാര്യം മനസ്സിലാക്കാം. അത് മതി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഒരു സൈഡ് നമുക്ക് എന്താ പറയാൻ പറ്റാത്തത്? അത് അതിനകത്തൊന്നും കാര്യമൊന്നുമില്ല. നമുക്ക് ആൾറെഡി ഉള്ള പദ്ധതികളുണ്ടല്ലോ, നല്ല പദ്ധതികളുണ്ടല്ലോ, അത് ഉപയോഗിച്ച് പോകുന്നതിൽ തെറ്റില്ല. ഭാഷകൾ, ദേവതകൾ എങ്ങനെ നമ്മുടെ പുരുഷാർത്ഥങ്ങൾ സാധിച്ചു തരുന്നു, അല്ലെങ്കിൽ നമ്മളിലേക്ക് എങ്ങനെ വരുന്നു, അതിൻ്റെ ഘട്ടം ഘട്ടമായിട്ടുള്ള സംഭവം. അപ്പം നമ്മൾ ഒരു ദേവത എങ്ങനെയാണ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്? നമ്മൾ ശരിക്കും ആദ്യം തന്നെ നമ്മളൊരു ബാധ പിടിച്ചിരിക്കുന്ന അവസ്ഥയിലായിരിക്കും ഒരു ദൈവജ്ഞനെ സമീപിക്കും. കറക്റ്റായിട്ടുള്ള ദൈവജ്ഞന്മാരും പൂജാരിമാരുമാണെന്നുള്ള കാര്യമാണ് ഈ പറയുന്നത്. ഉടായ്പകൾ കാര്യമല്ല പറയുന്നത്. വന്ന് കണ്ടു കഴിയുമ്പോഴത്തേക്കും പ്രശ്നം വെച്ച് നോക്കി കഴിയുമ്പോൾ ഇന്ന ബാധകളുണ്ടെന്ന് മനസ്സിലായി. ഈ ബാധകളെ സ്വശ്രമമൊക്കെ കഴിച്ച് അവായിച്ചു മാറ്റി. അപ്പം തന്നെ ആളിന് എന്നിട്ടൊരു മന്ത്രദീക്ഷ കൊടുക്കുവാണെങ്കിൽ അത് എല്ലാവരും ചെയ്യാറില്ല. അതാണ് പ്രശ്നം. നമ്മൾ മന്ത്രദീക്ഷ കൊടുക്കുന്ന ഉടനെ അവർക്ക് ആ ഒരു വൈബ്രേഷണൽ കണക്ഷൻ കിട്ടും. അപ്പം തന്നെ ബ്രെയിനിൽ നിന്ന് ഫ്രീ ആയി, ബ്രെയിൻ കെമിക്കൽസൊക്കെ ഒന്ന് മാറി നോർമലായി. ടെമ്പററി ആയിട്ടെങ്കിലും അവർക്കൊരു കണക്ഷൻ ആ ദേവതയായിട്ട് കിട്ടും. ഇങ്ങനെ ഉണ്ടെന്ന് മനസ്സിലാവും, ഒരു പോസിറ്റീവ് അവസ്ഥ ഉണ്ടെന്ന് മനസ്സിലാവും. പിന്നീട് നമ്മൾ സാധന ചെയ്ത് വരുന്നതനുസരിച്ചിട്ട് ഇതിൻ്റെ ഫ്രീക്വൻസിയിലേക്ക് കൂടുതൽ പിന്നെ നെഗറ്റീവ് ആയിരിക്കും ചിലപ്പോൾ കുറച്ച് ദിവസം. അത് കഴിയുമ്പോൾ പിന്നെയും നമ്മൾ എപ്പോഴെങ്കിലും ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കണക്ഷൻ കിട്ടും ദേവതയായിട്ട്. കാരണം നമ്മൾ ഈ ദേവതയുടെ കാര്യമല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആ ഇൻറ്റൻഷൻ അങ്ങോട്ട് വർക്ക് ചെയ്യുമല്ലോ. അപ്പോൾ ആ ലോ ഓഫ് അട്രാക്ഷൻ വഴി ദേവത നമ്മളിലേക്ക് കണക്ട് ചെയ്യുമല്ലോ. നമുക്ക് ഒരു പോസിറ്റിവിറ്റി ഒക്കെ തോന്നും. അത് ചിലപ്പോൾ കുറച്ചുകൂടെ നിൽക്കും ആദ്യത്തേക്ക്, എന്നിട്ട് വീണ്ടും പോകും. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെയും ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട, പക്ഷേ ഇങ്ങനൊരു അനുഭവം വന്നിട്ടുള്ളതുകൊണ്ട് എനിക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്നറിയാം. അതുവരെ ഇങ്ങനൊരു അവസ്ഥയെ ഒന്നും അറിയത്തില്ല. ഫുള്ള് ഡൗൺ അന്ധകാരം മാത്രമാണ്. പക്ഷെ അപ്പൊ പിന്നെയും ഇതിങ്ങനെ ഉള്ളത് കൊണ്ട് നമ്മൾ കുറച്ചുകൂടെ സാധനങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴെങ്കിലും ഒക്കെ കട്ടത്തില്ല, എന്നും ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷെ ഇത് നമുക്ക് കണക്ട് ആവുന്നില്ലായിരിക്കും. ചില ദിവസം നമുക്ക് കുറച്ച് നല്ലൊരു കണക്ഷൻ കിട്ടി, കുറേ നേരം അങ്ങ് ഇരിക്കാൻ നല്ലൊരു അവസ്ഥ നമുക്ക് കിട്ടും. ബ്രെയിൻ കെമിക്കൽ കോമ്പിനേഷൻ ദേവതയുടെ പ്രത്യേകം കിട്ടുന്ന. അപ്പൊ ദേവത നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുക പിടിക്കാൻ. നമ്മളങ്ങോട്ട് മാത്രമല്ല, അത് പലർക്കും അറിയത്തില്ല. നമ്മൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ദേവതയ്ക്ക്. കുടുംബപര ദേവതയും ദേവതയൊക്കെ നമ്മളെ പിടിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക. നമ്മളെ കിട്ടുന്നില്ല, ബാധയുടെ കയ്യില മൊത്തം. അപ്പൊ ആ ഭക്തനെ പിടിച്ച് കയറ്റാൻ നോക്കിക്കൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും ആദ്യം അങ്ങനെ പറ്റൂ. ചെയ്യുന്നതാണ് ഇപ്പൊ കംപ്ലീറ്റ് ആർട്ടിഫിഷ്യൽ ആണ്. ഇപ്പൊ മെക്കാനിക്കലായിട്ട് ചെയ്യുമ്പോൾ ദേവിക്ക് നമ്മുടെ അടുത്തൊരു തോന്നത്തില്ലേ സാർ? ദേവിക്ക് ആൾറെഡി തോന്നുന്നുണ്ട്. ആ ദേവിക്ക് തോന്നുന്നത് കൊണ്ടാണ് നിങ്ങൾ ഇവിടെ വരുന്നത്. നമ്മളത് മനസ്സിലാവുന്നില്ലെന്നേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ എവിടെയോ കിടന്ന നിങ്ങൾ തപ്പി പിടിച്ച് എന്നെ തപ്പി ഇവിടെ വന്ന് ദീക്ഷയെടുത്ത് പൂജ കഴിച്ച് ദീക്ഷ ബാധ മാറ്റി ദീക്ഷയെടുത്ത് ഉപാസന സ്റ്റാർട്ട് ചെയ്യും. എങ്ങനെ സംഭവിച്ചു? അപ്പം അതന്നെ ഞാൻ പറഞ്ഞത്. ഏതെങ്കിലും തരത്തിലുള്ള സഹസ്രനാമം ജപിക്കുവോ, അല്ലെ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ദേവീ ക്ഷേത്രത്തിൽ പോകും, അല്ലെങ്കിൽ എങ്ങനെ ദേവിയെ വിളിച്ച് പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്യുന്നവർക്കാണ് ഇവിടെ വരുന്നത്. അങ്ങനെയുള്ള ഒരു ദേവിയാണ് ഇവിടെ കൊണ്ടുവരുന്നത്. നമ്മുടെ ഈഗോ കൊണ്ട് നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ നാമം ജപിച്ചിട്ട് ദേവിയെ വിളിച്ച് വരുത്തി ജപിക്കുമ്പോൾ മുതൽ നമ്മൾ വിളിച്ച് വരുത്തുവാന്നൊക്കെ തോന്നുന്നത്. അങ്ങനല്ല. അവര് നമ്മളെ ബന്ധപ്പെടാൻ നമുക്ക് മുന്നേ ശ്രമിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് മുന്നേ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടായപ്പോൾ മുതൽ ചിലപ്പോൾ ശ്രമിക്കുന്നുണ്ടാവും. കാരണം ഒരു കുടുംബ പരദേവതയൊക്കെ ചിലപ്പോൾ ഇതിനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവും. മനസ്സിലായോ? ഇപ്പം നിങ്ങളുടെ അച്ഛന് അമ്മയ്ക്കൊരു പ്രയാസം ഉണ്ടെങ്കിൽ അവർ കുടുംബ പരദേവതയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടാവും, എനിക്കൊരു കുട്ടിയില്ല എന്ന് പറഞ്ഞിട്ട്. അന്നേരം മുതലേ അവർ ശ്രമിക്കുകയാണ്. അപ്പോൾ അവരെ സഹായിക്കാം. അത് കഴിഞ്ഞ് കുട്ടിയായപ്പോഴും കുട്ടിക്ക് നമ്മളെ ആ ദേവിയെന്ന് അറിയത്തില്ലല്ലോ. ദേവി അപ്പം കൊണ്ട് ശ്രമിക്കുകയാണ്. പക്ഷെ അവരുടെ നേരത്തെ മുതലുള്ള ആ കുടുംബത്തിലുള്ള ബാധാദോഷങ്ങൾ കാണും. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് തമ്മിലാണ് ഫൈറ്റ്.
അങ്ങനെ വന്നു. പിന്നീട് നമ്മൾ വിളിക്കുന്ന അനുസരിച്ച് ദേവിക്ക് പവർ കിട്ടാൻ തുടങ്ങുമ്പോഴാണ് ദേവി നമ്മളെ ഇതുപോലെ പിടിച്ചു കൂട്ടുന്ന ഇതുപോലുള്ള ആൾക്കാരുടെ മുന്നിൽ കൊണ്ടുപോയി ഇടുന്നതും. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ അപ്പൊ ഇതൊരു നൈരന്തര്യമല്ല, ഒരു ദിവസം കൊണ്ടല്ല. നിങ്ങൾ ആ കാന്താര മൂവി കണ്ടിട്ടുണ്ടോ? നല്ലൊരു പടം, പറ്റും കാണണം. കാന്താര എന്നുള്ള സിനിമയുണ്ട്. അതിനകത്തില് ഈ നായകൻ ഇങ്ങനെ വെള്ളം പിടിച്ചൊക്കെ നടക്കുന്ന അവസ്ഥയിൽ അവൻ പിന്നീട് ആ തെയ്യം കെട്ടുന്ന അവസ്ഥയിലോട്ട് വരണ. അപ്പൊ അവന്റെ ആ ദേവത പ്രോസസ് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുക. ദേവത എന്തിനാ പ്രോസസ് ചെയ്യുന്നത്? അല്ല അല്ല, ദേവതയ്ക്ക് സാധന ചെയ്യണം, അതിന് ബോഡി വേണം. ദേവതയും ബ്രഹ്മത്തെ ഭജിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ വേണം കർമ്മത്തിലൂടെ. അവർ കർമ്മത്തിലൂടെ ആ ബ്രഹ്മത്തെ ഭജിക്കുന്നത്. അതാണ് അവർ സത്യമാണെന്ന് പറയുന്നത്. സത്യത്തിനോട്, സത്യമാണല്ലോ ബ്രഹ്മം, പരമാത്മാവ്. അതായത് ആ പരമാത്മാവിനെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ബോഡി അവർക്ക് ആവശ്യമുള്ളത്. അതാണ് നമ്മൾ സത്യം പ്രവർത്തിച്ചാൽ നമ്മളിലേക്ക് ദേവത പ്രോസസ് ചെയ്യുമെന്ന് പറയുന്നത്. അവരുടെ ആവശ്യമാണെന്നൊക്കെ ഞാൻ പറഞ്ഞതിന്റെ കാര്യം. ഞാനിപ്പോ വിളക്ക് കത്തിക്കുകയും പ്രാർത്ഥിക്കുകയും നേരത്തെ ചെയ്യുമായിരുന്നു. പക്ഷെ പിന്നീട് ഈ തീരെ വയ്യാത്തപ്പോഴോടുകൂടി പക്ഷെ ഞാൻ അത് ചെയ്യാൻ റെഗുലർ ആവാതെ. പക്ഷെ എന്നാലും ഞാൻ ക്ഷേത്രത്തിൽ പോകും. നമ്മൾ ഈ ചെറുതായിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കും, ദൈവം രക്ഷിക്കണേ എന്നുള്ളത്. പിന്നെ ഇപ്പൊ ക്ഷേത്രത്തിൽ പോയിട്ട് വന്നാൽ അതൊക്കെ ഇതൊരു ഇവർക്കൊരു ഇതാണ്. കുണ്ടലിനിയാണ് ഇവരുടെ ഫുഡ്, അത് മറക്കരുത്. നമ്മൾ ഉപാസനകൾ റൈസ് ചെയ്യുന്ന കുണ്ടലിനിയാണ് ഇവരുടെ ഫുഡ്. ഇത് കണ്ണു തെറ്റിയാൽ ഇത് തട്ടിപ്പൊറിക്കാനായിട്ട് ബാധകൾ നിൽപ്പുണ്ട്. അവർ വന്ന് നമ്മളിപ്പോൾ തട്ടിപ്പൊറിക്കുമ്പോൾ ആണ് നമുക്ക് നെഞ്ചിന് വേദനയും പുറം വേദനയും ഷോൾഡർ പെയിനും തലവേദനയൊക്കെ വരുന്നതൊക്കെ കാരണം അറിയാം. ഡോക്ടർമാർ നോക്കുമ്പോൾ ഒന്നും കാണത്തില്ല. അപ്പോൾ ഈ ബാധകൾ ഒഴിഞ്ഞു മാറ്റിയിട്ട് വീണ്ടും ദേവതയ്ക്ക് ഈ കുണ്ടലിൽ കിട്ടുന്ന രീതിയിൽ ഉപാസന തുടർന്നാൽ അത് മാറും. മനസ്സിലാവുന്നു? അപ്പം അങ്ങനെ ഉപാസന ചെയ്ത് മുന്നോട്ട് പോവാണ് വേണ്ടത്. അപ്പം ശരിക്കും അങ്ങനെ നമ്മുടെ ഉള്ളിലേക്ക് ദേവത വരുന്ന സമയത്ത് നമ്മളുടെ വൈബ്രേഷണൽ ആയിട്ടുള്ള അവസ്ഥയിൽ മാറ്റം വരാൻ തുടങ്ങും. അങ്ങനെ നമുക്ക് അറിയാൻ പറ്റും. അപ്പം ആദ്യമൊക്കെ നമ്മൾ ആർട്ടിഫിഷ്യൽ ആയതുകൊണ്ട് നമുക്കിതൊന്നും ഫീൽ ചെയ്യത്തില്ല. പക്ഷെ നമുക്ക് ഈ ചില നല്ല അവസ്ഥകളുണ്ടാവും ഇടയ്ക്കിടയ്ക്ക്. ലൈറ്റ് ആയിട്ടുള്ള നല്ല അവസ്ഥകൾ ചില സമയത്തുണ്ടാവും. അത് പിടിച്ചോണം. അത് വളരെ വളരെ ചെറുതാണെങ്കിലും അത് വളരെ വലുതാണെന്ന് പറയണം. അത് ദേവിയുടെ അനുഗ്രഹം കൊണ്ട് വരുന്നതെന്ന് പറയണം, ചുമ്മാതായത്. അപ്പം അത് കൂടുതൽ വരാൻ തുടങ്ങും ഇടയ്ക്കിടയ്ക്ക്. നമ്മുടെ ഈഗോ ഉള്ളപ്പോഴല്ല, നമ്മൾ ജപിച്ച് വരുത്തുന്നെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ വരത്തില്ല. നമ്മൾ ഓർക്കാത്തപ്പോൾ നമ്മളിലേക്ക് അത് വരും. നമ്മൾ എം ടി ആകുമ്പോൾ ദേവിക്ക് നമ്മളിലേക്ക് പ്രവേശിക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ ശരീരത്തിൽ 3 അവസ്ഥകളുണ്ട്, 3 സംഭവങ്ങളുണ്ട്. ഒന്ന് ബാധ, നെഗറ്റീവായിട്ടുള്ള എൻറ്റിറ്റീസ്. ഇപ്പോൾ 100 എണ്ണം ഉണ്ടെങ്കിൽ അത് ചിലർക്ക് ഒരു 10 എണ്ണം നെഗറ്റീവ് ആയിരിക്കും, ചിലർക്ക് ഒരു 90 എണ്ണം നെഗറ്റീവ് ആയിരിക്കും, ചിലർക്ക് 60 എണ്ണം നെഗറ്റീവ് ആയിരിക്കും. അതിനനുസരിച്ച് ആയിരിക്കും അവരുടെ പ്രവർത്തനം, ക്യാരക്ടറിസ്റ്റിക് വരുന്നത്. അപ്പോൾ സൈക്കോളജി പേഴ്സണാലിറ്റീസ് ഡൈനാമിക് ഓർഗനൈസേഷൻ പറഞ്ഞതുകൊണ്ടാണ് ഒരു കൂട്ടം വൈബ്രേഷൻ ഫീൽഡുകൾ ചെയ്യുന്നതാണ് ഒരു പേഴ്സണാലിറ്റി. അതിനനുസരിച്ചുള്ള കർമ്മഫലങ്ങളാണ് അവർ അനുഭവിക്കുന്നത്. അപ്പം നമ്മുടെ ഉള്ളിലേക്ക് ഒരു ദേവത കടന്നു വരുമ്പോൾ ഈ ബ്രെയിൻ കെമിക്കൽ കോമ്പിനേഷൻ മാറുന്നത് കൊണ്ട് നമുക്കൊരു ഹാപ്പിനെസ്സും ഒരു സന്തോഷമൊക്കെ ചിലപ്പോഴൊക്കെ തോന്നാം. ചെറുതായിട്ടാണെങ്കിൽ അത് തോന്നുമ്പോൾ മനസ്സിലായിക്കണം അത് നമ്മളിലേക്ക് ദേവത പ്രോസസ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അപ്പം 3 പേരുണ്ടെന്ന് പറഞ്ഞാൽ ഒന്ന് ഈ ബാധയുണ്ട്, പിന്നൊന്ന് നമ്മുടെ പേഴ്സണാലിറ്റി ഉണ്ട്, പിന്നെ ദേവി ഉണ്ട്, ദേവിയുടെ പോസിറ്റീവായിട്ടുള്ള. അപ്പം ഇതിനകത്തിൽ ഏറ്റവും അപകടകാരി ആരാ? നമ്മുടെ പേഴ്സണാലിറ്റി. നമ്മുടെ പേഴ്സണാലിറ്റി ഒരു ബാധയാണ്. ഏറ്റവും വലിയ ബാധ അതാണ്. കാരണം നമ്മുടെ ഈ ശരീരം പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ പേഴ്സണാലിറ്റി ആയി. നമ്മൾ ഈ വേറെ ആൾക്കാരുടെ ബോഡി പോയി അവരെ പ്രോസസ്സ് ചെയ്ത് അവരെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും. അപ്പൊ പിന്നെ ഏറ്റവും വലിയ ഉപദ്രവം ആരാ? നമ്മുടെ ശരീരത്തെ നമ്മൾ തന്നെയാണ്. നമ്മുടെ പാസ്റ്റ് ഒക്കെയാണ് നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടിക്കുന്നത്. ഒരു ബാധ ബുദ്ധിമുട്ടിക്കുന്നതിലും കൂടുതൽ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നത് നമ്മുടെ ഈ കുണ്ടലിനി ഡീവിയേഷൻ ഉണ്ടാക്കുന്നതൊക്കെ നമ്മുടെ പേഴ്സണാലിറ്റിയാണ്. അപ്പൊ നമ്മുടെ പേഴ്സണാലിറ്റി ഇല്ലാണ്ടാക്കി കഴിഞ്ഞാൽ മറ്റേ ബാധയില്ല. അത് കണ്ണാടിയിലെ പ്രതിബിംബം പോലെ. കണ്ണാടിയുടെ മുന്നിലൊരു സാധനം വെച്ചേക്കും, അതെടുത്ത് മാറ്റിയാൽ കണ്ണാടിക്കകത്തെ മാറ്റണം വേണ്ട. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള പേഴ്സണാലിറ്റി ഇല്ലായ്മ ചെയ്ത് കഴിഞ്ഞാൽ ബാധയ്ക്ക് കയറാൻ പറ്റത്തില്ല. അപ്പൊ അത് ഉള്ളതും ഇല്ലാത്തതും ഇതുപോലെ അതില്ലായ്മ ചെയ്യാൻ പറ്റത്തില്ല. അതില്ലായ്മ ചെയ്യണമെങ്കിൽ ഈ പോസിറ്റീവ് ദേവത വേണം. അതുകൊണ്ടാണ് ആ പോസിറ്റീവ് ദേവതയെ നമ്മൾ ഉപാസിക്കുന്നത് പറയുന്നത്. മനസ്സിലായി? ഒന്ന് ശ്രദ്ധ മാറി ഞാൻ പറയുന്നത് മൊത്തം വട്ടാൻ തോന്നും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? താനാരാണെന്ന് തനിക്കറിയാമെങ്കിൽ താൻ എന്നോട് പോയി അപ്പൊ പറയാം ഞാൻ ആരാണെന്നും താൻ ആരാണെന്നും പറയത്തില്ലേ.
എന്ന് പറയുന്നോട്ട് ആണ് സംഗതി. നമ്മള് മാറുമ്പോ ബാധ പോവും. ദേവി കയറിയാലേ നമ്മൾ വാർത്തുള്ളൂ, അതാണ് പറഞ്ഞത്. മനസ്സിലാവുന്നത്? നമ്മൾ ഇല്ലാതാക്കാൻ ദേവി ഒരു സഹായം വേണം. ദേവി കയറണം. അപ്പം നമ്മളില്ലാതാവും. അപ്പം നമ്മളില്ലാതാക്കി പലപ്പോഴും നമ്മളെ ഇല്ലാതാക്കിക്കൊണ്ട് ഈ ബാധ കയറുന്നുണ്ട്. എക്സാമ്പിള് നമ്മുടെ ഈഗോസും സംഭവങ്ങളാണല്ലോ നമ്മള്. ഈ ഈഗോസ് ഇരിക്കുമ്പോൾ എളുപ്പം പ്രോസസ് ചെയ്യാൻ പറ്റുന്ന ബാധയ്ക്കാണ്. അതല്ലേ ഡിപ്രഷനൊക്കെ അടിക്കുന്നത്. ഈഗോ ഉള്ളവനാണ് ഡിപ്രഷൻ വരുന്നത്. ഈഗോ ഒന്നും ഇല്ലാത്തവന് ഡിപ്രഷനും ഇല്ല. ഈ കുഞ്ഞുങ്ങളെയൊക്കെ ക്രൂരമായി ഇൻസൾട്ട് ചെയ്യുകയും ഉപദ്രവിക്കുകയും ചെയ്തിട്ട് അവർക്ക് ഡിപ്രഷൻ വരാത്ത എന്താ? കുഞ്ഞുങ്ങൾക്ക് ഈഗോ ഇല്ല. നമ്മൾ വലുതായപ്പോഴത്തേ ഞാൻ എന്നെ അങ്ങനെ പറഞ്ഞു, എന്നാലും എന്നെ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ഞാൻ അവിടെ കിടക്കുക. ഈ പാസ് എല്ലാം കൂടെ കൂട്ടി ഞാനൊരു സംഭവമായിട്ട് ഇങ്ങനെ നിൽക്കുക ഈഗോ. അപ്പൊ നമ്മളെ ഒരാളെ ഇൻസൾട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അത് പിടിച്ചെടുക്കുവാണ് ഈഗോ. എന്നിട്ട് സ്റ്റോർ ചെയ്യാം, എന്നിട്ടുള്ള ബാധയൊക്കെ വിളിച്ച് കയറ്റുകയാണ്. അപ്പൊ അത് ഫിക്സ് ആവും ആ കെമിക്കൽ ചേഞ്ചസ്. അപ്പൊ പിന്നെ മരുന്നുണ്ടെങ്കിൽ അത് കുറച്ചെങ്കിലും ഇതാവത്തുള്ളൂ. അങ്ങനെയൊക്കെ വേണ്ടി വരും. അല്ല ദേവി വരണം. അപ്പം മരുന്നില്ലാതെ നമുക്ക് ഈ മാനസിക പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള റിസർച്ചിലാണ് ഞാൻ ഈ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയാണ് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിച്ചിട്ടുള്ളത്. ഇങ്ങനെയാണ് നമ്മള് ഉള്ളിൽ അപ്പം സ്വാഭാവികമായിട്ടും ഈഗോ ഉള്ളത് കൊണ്ടാണ് ബാധ വരുന്നത് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഈഗോ ഉള്ളതുകൊണ്ടാണ് ബ്രെയിൻ കെമിക്കൽസ് നെഗറ്റീവായിട്ട് നിൽക്കുന്നത് സ്ഥിരം. മറ്റേ പിള്ളേരെ അടിച്ച് അവർ ആ എനർജി കരഞ്ഞങ്ങ് കളയും, എക്സ്പ്രസ് ചെയ്തങ്ങ് വെളിയിൽ കളയും. അതുകൊണ്ട് അവരുടെ ഉള്ളിൽ നിൽക്കുന്നില്ല നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ്. മൃഗങ്ങളും അങ്ങനെ. അതുകൊണ്ട് അവരിലേക്ക് ഒരു ബാധയ്ക്ക് പ്രോസസ് ചെയ്യാൻ പറ്റുന്നില്ല. ഭയങ്കര പവറാണ്. 24 hours കളിക്കും പിള്ളേർ, അല്ലേ മൃഗങ്ങള്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഉള്ളിൽ ഒരു പാസ്റ്റ് ഉള്ളതുകൊണ്ട്, അങ്ങനെ ഒരു മെമ്മറികളുടെ പേഴ്സണാലിറ്റി ഉള്ളത് കൊണ്ടും ഈഗോ ഉള്ളത് കൊണ്ടും നമുക്ക് ഇമോഷൻസ് കണ്ടിന്യൂ ചെയ്യും നമ്മുടെ ഉള്ളിൽ. അപ്പൊ ബാധ കണ്ടിന്യൂ ചെയ്യും. നേരെ മറിച്ച് എപ്പോഴും പോസിറ്റീവ് കെമിക്കലാണ് ഉള്ളിലുള്ളെങ്കിൽ നമ്മളിലേക്ക് ദേവത വരും, ബാധ കയറാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ ദൈവികമാണെന്ന് പറയുന്നത്. ആ കുഞ്ഞുങ്ങളിലൂടെ ഈശ്വരൻ പ്രസാദിക്കുന്നു, ഈശ്വരൻ കളിയാടുന്നു കുഞ്ഞുങ്ങളിലൂടെ എന്നൊക്കെ പറയത്തില്ലേ? അതിന്റെ കാരണം എന്താ? വീണ്ടും ദൈവരാജ്യം ശിശുവിനെ പോലെയുള്ളവർക്കാണെന്ന് ക്രിസ്തു പറയുന്നു. കാരണം എന്താ? ആ ക്രിസ്തുവിൽ എപ്പോഴും പോസിറ്റീവ് കെമിക്കൽ ഉണ്ട്. അവൻ നെഗറ്റീവ് സ്റ്റോർ ചെയ്യുന്നില്ല. പോസിറ്റീവ് കെമിക്കൽ കണ്ടിന്യൂസ് അവന്റെ ഉള്ളിൽ സാക്രേറ്റ് ചെയ്യുന്നു ബ്രെയിനില്. അപ്പൊ അവനിലേക്ക് നല്ല ദേവതകൾക്ക് പ്രോസസ് ചെയ്യാൻ പറ്റുന്നു. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ നമ്മൾ ആ കുട്ടിയുടെ കൂട്ട് ആവാമോ? നിങ്ങൾക്ക് ആ കുട്ടിയുടെ കൂട്ട് ആവാൻ പറ്റുമോ? എങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നവും. നിങ്ങളുടെ പ്രശ്നം എല്ലാം മാറി. കാരണം നമ്മുടെ ഉള്ളിൽ എപ്പോഴും ദേവിയായിരിക്കും. സന്യാസി കുട്ടി ഒരുവല്ലാന്ന് പറഞ്ഞിട്ട് കാര്യമാണ്. മനസ്സിലാവും? നല്ല ദേവത നമ്മളുടെ ഉള്ളിൽ പ്രോസസ് ചെയ്യും. അവനും എപ്പോഴും സ്റ്റോർ ചെയ്യുന്നില്ല, പഴയതൊക്കെ മറക്കുന്നു. നമ്മളൊക്കെ ചിരിക്കുന്നു. നമ്മൾ അടിച്ചൊക്കെ ഒന്നും വിഷയമല്ല. അവനൊക്കെ വിട്ട് കളഞ്ഞിട്ട് നമ്മൾ നോക്കി കരഞ്ഞാൻ കളഞ്ഞിട്ട് നമ്മളൊക്കെ ചിരിക്കുന്നു. മൃഗങ്ങളും അങ്ങനെയാണ്, സ്റ്റോർ ചെയ്യുന്നില്ല. അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ പറഞ്ഞില്ല. അപ്പം അഹം ഇല്ലാതാക്കണം എന്നൊക്കെ പറയുന്ന കാര്യം പിടിക്കും പഴയ ഡയലോഗിൽ. അപ്പം ബാധകൾ ഈ കെമിക്കൽ ചേഞ്ചസിലൂടെയാണ് നമ്മളിലേക്ക് പ്രോസസ് ചെയ്യുന്നത്. ആ കെമിക്കൽ ചേഞ്ചസ് ഉണ്ടാവാൻ കാരണം നമ്മളാണ്, നമ്മളുടെ ഈഗോസാണ്, നമ്മളുടെ മെമ്മറി. അപ്പോൾ ഈഗോസ് ഉള്ളവർക്കെല്ലാം ഇതും ഉണ്ടാവും, ബാധകൾ പ്രോസസ് ചെയ്യും.